ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെട്ടുകുളങ്ങര അമ്പലത്തിൽ കഞ്ഞി കുടിക്കാൻ പോയ വീഡിയോ കേട്ടോ. ഈ കഞ്ഞി കുടിക്കാൻ ഉദ്ദേശിച്ചത് ഓരോ അമ്പലത്തിൽ ഓരോരോ രീതികളാണല്ലോ അന്നദാനം. ചില അമ്പലത്തിൽ എന്താ പറയുക, ചോറ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ ഈ അമ്പലത്തിൽ കഞ്ഞിയാട്ടോ വഴിപാട്. രാവിലെയല്ല, ഉച്ചയ്ക്കും വൈകിട്ടും എന്നും കഞ്ഞി ഉണ്ടാവും. അമ്മ ചെട്ടുകുളങ്ങര അമ്മ പറയ്ക്ക് പോകുന്ന ദിവസം ഒഴികെ ബാക്കി എല്ലാ ദിവസവും രാവിലെ മീൻസ് ഉച്ചയ്ക്കും വൈകിട്ടും കഞ്ഞി ഉണ്ടാവും. ഇത് ഞങ്ങൾ ക്യൂ നിൽക്കുകയാണ് കേട്ടോ. ഞായറാഴ്ച കൊണ്ട് നല്ല തിരക്കാണ്. അതിൽ ഒരു ആൻറ്റി ആദ്യം ഇഷ്ടമായിട്ടതാ ഒന്ന് കൊഞ്ചിക്കുകയൊക്കെ ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളിതാ ഇങ്ങനെ ക്യൂവിലിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. നല്ല ക്യൂ ആയിരുന്നു കേട്ടോ. മീൻസ് ഈ വീടിനടുത്തുള്ളവർ സത്യം പറഞ്ഞാൽ കുറവാണ്. പുറത്തു നിന്നുള്ളവരാണ് സത്യം പറഞ്ഞാൽ നന്നായിട്ട് അവിടെ ഞായറാഴ്ച ദിവസങ്ങളിൽ വരിക കേട്ടോ. അപ്പോൾ അതിനുകൊണ്ട് നല്ല ക്യൂ ഉണ്ടായിരുന്നു. ഇതാണ് അന്നദാന മന്ദിരം. ഇതിനുള്ളിലേക്ക് നമ്മൾ എത്തണം. അതായത് ഇത്രയും നീണ്ട ക്യൂ ആണ്. ഇതിനുള്ളിലും ക്യൂ ആണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് വേണം അവിടെ എത്താൻ. അപ്പോൾ ഇത് ആദ്യമൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അതാണ് ക്യൂവിൻ്റെ എൻഡ്. ഇങ്ങനെ കുറച്ച് നേരത്തെ ഒരു സമയമൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ക്യൂ ഒക്കെ ഒന്നും മൂവ് ചെയ്തത് ഇവിടെ വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് അന്നദാന മന്ദിരത്തിൻ്റെ അകം. ആൾക്കാരത് പ്രസാദം മേടിച്ചിട്ട് ഇങ്ങനെ തറയിലൊക്കെ ഇരുന്നാണ് കഴിക്കുന്നത്. പ്രത്യേകിച്ച് കസേരയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ കാല് വയ്യാത്തവർ, ഇരിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർ ആൽത്തറ പോലെയുണ്ട്, അവിടെ ഇരുന്ന് കഴിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ ഡെസ്ക് ഇട്ടിട്ടുണ്ട്, അതിലിങ്ങനെ പ്രായമുള്ള അവരിങ്ങനെ ഇരുന്ന് കഴിക്കും. ഇനി ഞങ്ങളും ഇങ്ങനെ വെയിറ്റിംഗ് ആണ് ഞങ്ങളുടെ അവസരത്തിനായിട്ട്. ഞങ്ങൾക്ക് പുറകിൽ ഞങ്ങളായിരുന്നു ഏറ്റവും അവസാനമായി. ഇപ്പം ഞങ്ങളുടെ പുറകിൽ ഒരുപാട് ക്യൂ നീണ്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. എല്ലാവരും ഈ ഒരു പ്രസാദത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങളിങ്ങനെ അകത്ത് എന്തായാലും കളഞ്ഞിട്ടുണ്ട്. എല്ലാവരും അവിടെ ഇരുന്ന് കഴിക്കുക. പ്രായമുള്ളവരൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ്. പിന്നെ കൊണ്ടുപോകാൻ ഇവിടുന്ന് പ്രസാദം മേടിച്ചുകൊണ്ട് പോകാൻ നമുക്ക് പറ്റില്ല, തന്നു വിടത്തില്ല. അങ്ങനെ അവിടെ ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ പ്ലേറ്റ് കഴിക്കാം. അല്ലാതെ നമുക്ക് അവിടുന്ന് പുറത്തേക്ക് ഫുഡ് കൊണ്ടുപോകാൻ പറ്റില്ല. അത് മീൻസ് പ്രസാദം കൊണ്ടുപോകാൻ പറ്റത്തില്ല. പ്രായമുള്ള അമ്മയൊക്കെ നിന്ന് കഴിക്കുന്നുണ്ടോ, അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടി കഴിച്ചാൽ മതി എന്നുള്ള ഒരിതാണ്. ഇതാണ് അന്നദാന മന്ദിരത്തിൻ്റെ അകവശം. ഇങ്ങനെയാണ്. മഴയോ വെയിലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നിന്ന് നമുക്ക് ഇതിൻ്റെ അകത്തിരുന്ന് കഴിക്കുകയും എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അങ്ങനെ ഞങ്ങളുടെ ഊഴത്തിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നീണ്ട നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ പ്രസാദം കൊടുക്കുന്ന ഒരു സ്ഥലമെത്തി. ഇങ്ങനെ ആ ചേട്ടന്മാരെയൊക്കെ കാണിച്ച് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ് എന്നെയും കൂടി എടുത്തു എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എല്ലാവരെയും മൊത്തത്തിൽ അങ്ങ് എടുത്തു. ഇതാണ് ഇങ്ങനെ ഓരോ കറികൾ ഓരോരുത്തരിങ്ങനെ കൊടുക്കുന്നു. കഞ്ഞി വേറൊരാൾ, ഇങ്ങനെ സ്പൂൺസ് വേറൊരിടത്ത്, അങ്ങനെ നമ്മളെല്ലാം സെപ്പറേറ്റ് മേടിച്ച് ഞാനിവിടെ കൊണ്ടുവന്നിങ്ങനെ വെച്ചു. മോനും ഉണ്ടെന്ന് എൻ്റെ കൂടെ ഉണ്ടല്ലോ, അപ്പം മോനും ഉള്ളത് ഞാൻ സെപ്പറേറ്റ് മേടിച്ച് അവിടെ വെച്ചിട്ട് ഇനി ഇവിടെ ഞങ്ങളിരുന്ന് കഴിക്കും. ഞങ്ങളിവിടെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. ഇന്നത്തെ കറികൾ എന്ന് പറയുന്നത് അവല് നനച്ചത്, മുതിര, അസ്ത്രം, കടുമാങ്ങ. ഇതാണ് ഇന്നത്തെ കറികൾ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ ഇരുന്ന് കഴിക്കാൻ. പ്രത്യേകിച്ച് മഴയുടെ ചെറിയ ഒരു ഇതും കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഇതിന് ബാക്ക്ഗ്രൗണ്ടായിട്ട് നിൽക്കുമ്പോൾ നമുക്കിത് കുടിക്കാൻ നല്ല രസമാണ്, നല്ല ടേസ്റ്റാണ്. പ്രസാദമാണ്. അപ്പം നമ്മൾ കൊണ്ട് കളയാതെ ആവശ്യത്തിനുള്ളത് മാത്രം മേടിച്ച് കഴിക്കണം. നമ്മൾ കളയരുത്. കാരണം ഇത് കിട്ടാൻ കൊതിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചെട്ടുകുളങ്ങരയിലുള്ള മീൻസ് ചെട്ടുകുളങ്ങരക്കാരായിട്ടുള്ള പ്രവാസികൾക്ക് ഇത് നന്നായിട്ട് മിസ് ചെയ്യുന്നൊരു കാര്യമാണ് ചെട്ടുകുളങ്ങരയിലെ ഈ കഞ്ഞി. ഇത് കുംഭഭരണി നാളിൽ കുതിരക്കഞ്ഞിയായിട്ട് വഴിപാടായിട്ട് വീടുകളിലും കുതിരയെ കെട്ടുന്ന കുതിരമൂട്ടിലും ഒക്കെ കഞ്ഞിയായിട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരുടെ ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് ഇങ്ങനെ കഞ്ഞി കുടിക്കുക. അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളിതാ അമ്മയെ ഒന്നും കൂടി ഒന്ന് കണ്ട് തൊഴുതിട്ട് പോകാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ.
പക്ഷേ കഞ്ഞി തുടങ്ങുന്നതെന്ന് പറയുമ്പം നടയടച്ചിട്ടുണ്ടാവും ആ സമയം. എങ്കിലും അമ്മയെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാൻ വേണ്ടി ഞങ്ങളിതാ അമ്പലത്തിൻ്റെ നടയിലേക്ക് ചെല്ലുവാണ്. ഈ നടയടച്ച അതിന് നേരെ നിന്ന്, അതായത് അടച്ച നടയുടെ നേരെ നിന്ന് തൊഴരുതെന്ന് പറയാറുണ്ട് പലരും. പക്ഷേ എങ്കിലും അമ്മയെ ഒന്ന് കണ്ട് ജസ്റ്റ് ഒന്ന് തൊഴുതിട്ട് പോകാതിരിക്കാൻ മനസ്സനുവദിക്കുന്നില്ല. അങ്ങനെ ഇതാ പോവാണ് ഞങ്ങൾ. അങ്ങനെ അമ്മയൊക്കെ തൊഴുതിട്ട് ഇതാ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ പടിഞ്ഞാറേ നടയിലെത്തിയിട്ടുണ്ട്. കണ്ട 2 സൈഡിലും നിറയെ കടകളുണ്ട്. ഫാൻസി ഐറ്റംസും പൂജാ സാധനങ്ങളും ഒക്കെ വിൽക്കുന്ന കടകളാണ് ചുറ്റും. നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. അങ്ങനെ ഞാൻ വീട്ടിൽ വരുമ്പോഴെല്ലാം, അമ്പലത്തിൽ വരുന്ന സമയങ്ങളിലെല്ലാം ഞാൻ സാധനം മേടിക്കുന്ന കടയാണ് കേട്ടോ ഇത്. എന്ത് സാധനം വേണമെങ്കിൽ ഞാൻ ഇവിടെ നിന്നാണ് മേടിക്കുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് ചെരുപ്പ് കൊണ്ടിടുന്നത് ഞാൻ ഇവിടെ കേട്ടോ. അങ്ങനെ ആദ്യം ഞാൻ ചെരുപ്പൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് പോവാം.